ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒരു ഇടതുപക്ഷ പ്രവർത്തകനും അങ്ങനെ എനിക്ക് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു പദവി വേണമെന്നോ ആവശ്യപ്പെടുകയോ പറയുകയോ ചെയ്യാറില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. പാർട്ടിയിൽ നിന്നും എനിക്ക് ലഭിക്കേണ്ടതെല്ലാം എന്റെ പാർട്ടി തന്നുവെന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? ലഭിക്കേണ്ടതിലും കൂടുതൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ലഭിക്കേണ്ടതിലും കൂടുതൽ നൽകിയിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതിനകത്തൊക്കെ ഒരു ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അഴിച്ചുവിടാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. What is politics? Politics, I think politics is the art of changing impossible things of today to the possible things of tomorrow. എന്തൊക്കെയാ ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറെ ചിന്തിച്ചില്ലേ? ചിന്ത പറഞ്ഞതിൽ എന്തെങ്കിലും പാളിച്ചുണ്ടോ? ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ? ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുക, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക, ആ രൂപത്തിലാണ് നാം ഭാഷയെ കാണേണ്ടത്. ഈ രാഷ്ട്രീയ നേതാക്കളെ കൃത്യമായി അവഹേളിക്കുന്ന രീതിയിൽ സിനിമകൾ വരാറുണ്ട് അല്ലേ? അത് കാണുമ്പോൾ ചിന്ത എന്നൊരു പ്രേക്ഷകർക്ക് എന്താണെന്ന്, ഒരു രാഷ്ട്രീയക്കാരിയായ പ്രേക്ഷകർക്ക് എന്താണെന്ന്? രാഷ്ട്രീയക്കാരെ അങ്ങനെ അവഹേളിക്കുക, അവരെയൊക്കെ ഒരു ടൈപ്പ് ഒരു അവതരണം അല്ലെങ്കിൽ അവരെ ആകെ ഈ ഒരു രൂപത്തിലേക്ക് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഈ അരാഷ്ട്രീയവൽക്കരണത്തിന്റെ കാലത്തുള്ള ഒരു കമ്പോളത്തിന്റെ അജണ്ട തന്നെയാണ്. ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാൻ പറയുന്നൊരു കാഴ്ചപ്പാട്. അപ്പൊ ആ ഒരു സ്വാർത്ഥതയുടെയും അരാഷ്ട്രീയവൽക്കരണത്തിന്റെയും ഒക്കെ ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ മോശമാണ്, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അത് പലപ്പോഴും ബോധപൂർവം രാഷ്ട്രീയക്കാരൊക്കെ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ അവരൊക്കെ കുറച്ച് പൊള്ളയായി ഇടപെടുന്നതാണ് എന്ന നിലയിലേക്ക് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്ന ഒരു അരാഷ്ട്രീയവൽക്കരണ ചിന്തയുടെ ഭാഗമായിട്ടാണ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? പക്ഷെ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിലേക്ക് ഇടപെടും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതൊരു പ്രത്യേക പദ്ധതിയാണല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം ആഗ്രഹങ്ങൾ. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ഞാൻ കോളേജിൽ ജോലിക്ക് പോകണം എന്ന് വലിയ ആഗ്രഹമാണ്. അടിപൊളി. ഞാൻ ജോലിക്ക് പോകണം, പക്ഷെ ഞാൻ അതല്ല, പൊതുപ്രവർത്തന രംഗത്ത് കുറച്ചുനാൾ സജീവമായി നിൽക്കണം എന്നൊരാഗ്രഹം പറഞ്ഞ് അമ്മയെ അത് മനസ്സിലാക്കിക്കാനും കൺവിൻസ് ചെയ്യിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. എന്തോ ഞാൻ അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ. ഒരു വല്ലം